ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലെ ഒണ്ടാറിയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയൊക്കെ നമ്മൾ ഫുള്ള് നടന്ന് കറങ്ങിയ വീഡിയോയൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് എന്ന് വിചാരിക്കുന്നു. നോക്കിക്കേണ്ട അടിപൊളി റിവറൊക്കെയാണ് ഇവിടെ പോണത്. ഇവിടെയൊക്കെ പോയ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? അടിപൊളി സ്ഥലമുണ്ട് അത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ കാനഡയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ 1000 ഐലൻഡ് എന്നും പറയും. അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്ക് അറിയാം, നമ്മൾ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ അടിപൊളി മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ പോയി ആദ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ 11 മണിയാവും കേട്ടോ ഓപ്പൺ ആവാനായിട്ട് റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് ശേഷം നമുക്ക് 1000 ഐലൻഡിൽ പോയിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇന്നലെ വൈകുന്നേരത്തെ പോലെയൊന്നും അല്ല, അടിപൊളി വൈബാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വണ്ടികളും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചയുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണ് കിങ്സ്റ്റൺ എന്ന് പറയണത്. നമ്മൾ താമസിക്കണതിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ആ ഒരു സിറ്റി. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചെത്താനായിട്ട്. അപ്പോൾ അതേ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി വീടാണ്. അപ്പോൾ നമ്മളിന്ന് ആ വീടിനോട് വിട പറയുകയാണ്. രാവിലെ ജസ്റ്റ് കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചു. കിച്ചൺ കണ്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ തോന്നി 2 ദിവസം തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് ആവാലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഫുഡൊക്കെ ഒരു തീർന്നിട്ടും ഉണ്ടായിരുന്നു. ഇവിടെ എന്താണെന്നറിയില്ല, ഒരു സൈസ് പ്രാണികളാണ് മൊത്തത്തിൽ. പ്രാണിയാണോ കൊതുകാണോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെയറ് സാധനങ്ങളൊക്കെ. ഇവിടെ ആകെ തണുപ്പും അതും ഇതൊക്കെ ആയതുകൊണ്ട് ആകെ ഇങ്ങനെ ചെറിയ തണുപ്പുണ്ട്, കാറ്റ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആകെ അഴുക്ക് പിടിച്ച് കിടക്കുന്നു. നമുക്ക് അങ്ങോട്ടൊന്നും അങ്ങനെ പോകാനേ പറ്റില്ല. ഈ മലയാളി റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത് 11 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനുമാണ് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മലയാളി റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുമ്പോഴത്തേനും നമ്മൾ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു ടൈമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ക്രൂയിസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ അത്രയും കൂടി സമയം പോകില്ലല്ലോ. അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ പോകണം, കാരണം അത് ഇത്തിരി ദൂരെയാണ്. അപ്പോൾ അടുത്തായിട്ടുള്ള സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നേരം വൈകും. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒറ്റ റെസ്റ്റോറൻറ്റിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ അതേ നമ്മളങ്ങനെ തേടി പിടിച്ച ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഹോട്ട് ഡോഗും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചീസി ഫ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇങ്ങനെ ക്യാരമലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒരു ബണ്ണിൻ്റെ മീതിയായിട്ട് എന്തായാലും ഡിഷുകൾ 3 നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വിശപ്പായതുകൊണ്ടാണോ എന്നറിയില്ല. ഗൈസ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുവിധം കഴിച്ചു, കുറച്ചൊക്കെ കയ്യിലെടുത്ത്. ഇനി നമ്മൾ അടുത്തായിട്ട് 1000 ഐലൻഡ് കാണാൻ വേണ്ടി ക്രൂയിസ് ട്രിപ്പിന് പോവുകയാണ്. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നടക്കുക 12:30 അത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് വായു പിടിക്കണത്. ദേ ആ കാണുന്ന ക്രൂയിസിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോണത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, ഇവിടെ നിന്നാണ് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യണതെന്ന്. അപ്പോൾ നമ്മൾ 3 മണിക്കൂറത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. നല്ല റേറ്റൊക്കെ തന്നെയാണ്. ഇത് പല പല പാക്കേജുകളിലായിട്ടാണ് പോകുന്നത്. അതായത് 1 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുണ്ട്, 5 മണിക്കൂർ വരെയുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ 3 മണിക്കൂറിൻ്റെയാണ് എടുത്തേക്കണം. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്കിന്ന് തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രൂയിസിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേന് ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് നിറഞ്ഞെന്ന് പറഞ്ഞാൽ സൈഡ് സീൻ്റെ ഒക്കെ കാണാൻ പറ്റണ ആ ജനലിനോട് ഭാഗത്തൊക്കെ ഫുള്ളാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കണവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഇപ്പോൾ ഏറ്റവും മുകളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല കൊതുകാണ്, അതുകൊണ്ട് ആരും ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ കൊതുകടി കൊണ്ടാലും വേണ്ടില്ല, കാഴ്ച കാണണമല്ലോ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാതെ. ഓക്കെ,
ഈ ക്രൂയിസിൻ്റെ ഏറ്റവും മേളിലുള്ള ഡെക്കിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ. പക്ഷേ എങ്കിൽ ഒരു മനുഷ്യൻ ഈ മുകളിലേക്ക് കയറണില്ല. എന്താ കാരണം? ഈ ഒരു പ്രാണികളാണ്ട്. ഇത് കൊതുകാണോ അതോ എന്ത് പ്രാണി, എനിക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടികിട്ടണില്ല. പക്ഷേ എന്തായാലും നിറച്ച് പ്രാണിയാണ് കേട്ടോ. ഈ ഒരു തൂണയിലും സീറ്റയിലും അരികിലും ഒക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മേളിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാഴ്ച കാണാലോ എന്ന് വിചാരിച്ചാൽ മുകളിലേക്ക് വന്നേ. And that is the construction there on the level hill. We're going to sail further so you're going to have a better view of it. താഴെ ശരിക്കും പറഞ്ഞാൽ AC-യിലൊക്കെ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. വെയിലൊന്നും കൊള്ളൂല, ഇതേമാതിരി പ്രാണികളൊന്നുമില്ല. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ ശരിക്ക് കാണാനോ ഒന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏറ്റവും മുകളിലേക്ക് വന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ ഈ ഒരു വീഡിയോയിലൊക്കെ പ്രാണികൾ. ഇതൊന്നും അല്ല കേട്ടോ, നേരിട്ട് കാണാനായിട്ട് എന്തോരോണെന്ന് അറിയാം. നമുക്ക് സീറ്റയിൽ ഇരിക്കാൻ പോലും പറ്റൂല, അതിന് മാത്രം ഇങ്ങനെ കുമിഞ്ഞു കൂടിയൊക്കെയാണ്. ഇത് എന്താണ് സംഗതി എന്നറിയില്ല. അവർ ആ ബോട്ടിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞായിരുന്നു മുകളിൽ പ്രാണിയുണ്ട്, നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് പോയാൽ മതി കേട്ടാന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മുകളിലേക്ക് വന്നാൽ. പിള്ളേരൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ താഴേക്ക് പോയിട്ടാണ്. പിന്നെ അത് കൂടാതെ നമ്മളെപ്പോലെ വീഡിയോ എടുക്കാൻ വന്ന കുറച്ച് ആൾക്കാർ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഫുള്ള് സീറ്റ് കാലിയായിട്ട് കിടക്കണത്. പക്ഷേ എങ്കിലും മുകളിൽ വന്നിട്ടുള്ള വ്യൂ എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ് കാണാൻ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേന് നല്ല വെയിലാണ്ട. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ മുകളിലൊരു കുഞ്ഞു ഷീറ്റ് പോലെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കണം. ഇവിടെ ആണെങ്കിൽ നിറച്ച് ഈ ഒരു പ്രാണികൾ കാരണം ഒരു രക്ഷയില്ല. പിന്നെ കുറേ നേരമൊക്കെ ഇവിടെ നിന്നതിന് ശേഷം ഈ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ നല്ല കാറ്റാണ്, ഇങ്ങനെ കൊതുകൊന്നും നിൽക്കാനേ പറ്റണില്ല. അതാരണം ഞാൻ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വന്ന്. ഇനി എന്താണ് 1000 ഐലൻഡ് എന്ന് അറിയണ്ടേ? ഈ കാനഡയുടെയും അമേരിക്കയുടെയും ഇടയിലൂടെ പോകുന്ന റിവറിൻ്റെ ഭാഗത്തുള്ള ഐലൻഡുകളൊക്കെയാണ് ഈ 1000 ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ 1000 ഐലൻഡ് മാത്രമല്ല കേട്ടോ, 1800-ലധികം ഐലൻഡുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരം ഇല്ലെങ്കിലും ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാനഡയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അമേരിക്കയിൽ നിന്നും ഈ ഒരു ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പല ടൈമിലാട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയം അനുസരിച്ച് നമുക്ക് ഓരോന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ദ്വീപുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഓരോരോ സ്വകാര്യ വീടുകൾ, അതുപോലെ തന്നെ കോട്ടേജുകൾ, മാൻഷനുകൾ, അങ്ങനെ എന്താ പറയുക, ഇഷ്ടമാതിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐലൻഡിൽ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പേ. പക്ഷേങ്കിൽ പിന്നെ അത് നോക്കിയപ്പോൾ അത് ക്യാൻസലായിപ്പോയി. കാരണം ഭയങ്കര ബുക്കിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ഐലൻഡിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ ചില ദ്വീപുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്ട്. അതായത് ചിലപ്പോൾ ഒരു വീടും ഒരു മരവും മാത്രമേ ഐലൻഡിൽ ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും. അതേ നോക്കിക്കണ്ടേ, ഈ ഒരു ദ്വീപിൽ കണ്ടില്ലേ, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്രൂയിസിൻ്റെ 2 വശത്തും പല പല കാഴ്ചകൾ. നമ്മൾ എവിടെയൊക്കെ ഷൂട്ട് ചെയ്യും, ഞാൻ നിന്ന ഭാഗത്ത് മാത്രമുള്ള കാഴ്ച കണ്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കുറേയൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. കുറേ മാൻഷനുകളും അതൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ചകൾ പോലും അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ താമസിക്കാമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഇവിടെയൊക്കെ താമസിച്ച് കഴിഞ്ഞ് ഇതേപോലെ കയാക്കിങ് ചെയ്യാം, മീൻ പിടിക്കാം, പിന്നെ ഈ ഒരു കാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്യാം. അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ വീട്ടിലൊക്കെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഈ 3 മണിക്കൂറുള്ള യാത്ര എടുത്തേക്കണോണ്ട് തന്നെ നമ്മുടെ ക്രൂയിസിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ലഞ്ച് കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സുകളൊക്കെ വേണമെങ്കിൽ കിട്ടും. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലം, അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു ക്രൂയിസ് തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. 5 മണിക്കൂറൊക്കെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേലും കൂടുതൽ ഓപ്ഷൻസൊക്കെ കിട്ടുമായിരിക്കും. റേറ്റ് പലതും പല രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തത് 3 മണിക്കൂറാണ്. പക്ഷേങ്കിൽ 3 മണിക്കൂർ തന്നെ കുറച്ച് കൂടുതലായിരുന്നു. കാരണം കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഇടയ്ക്കൊക്കെ ബോറടിക്കും കേട്ടോ. ഈ വീടുകളും ഒക്കെ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കാട് പിടിച്ചതും അങ്ങനത്തെയൊക്കെ ഐലൻഡുകളൊക്കെയാണ്.
നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം മുകളിലെ ഡെക്കിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. വെയിലടിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാമെന്ന് വിചാരിച്ച്. താഴെ ആകുമ്പോൾ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. താഴെ കുറേ പേര് അങ്ങനെ ഇരിക്കണവരൊക്കെ ഉണ്ട്, മുകളിലേക്ക് വരാതെ. മുകളിൽ വന്നാലും ആ പ്രാണിയുടെ ശല്യമല്ലേ. പിന്നെ അതേ കുറേ പേര് അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാനിത് കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന വിൻഡോയിലൂടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്കിലും ഞാൻ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്ന് കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആഡംബര വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവരൊക്കെ എങ്ങനെയാണോ അവിടെ എത്തിപ്പെടുന്നത്? ബോട്ടിനാണെന്ന് തോന്നണം. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. Till the day that I die, oh baby, I'm gonna love you forever, forever and ever, amen. Just as long as old man sits married Ethan Larry, you coming down here? Should I sing the first, second verse for you? They say that time takes its toll on a body. I know. Makes the young girl's brown hair turn gray. പിന്നെ ഈ ഒരു യാത്രയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് ഗൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം അല്ല, ഇങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോൾ അവരതിങ്ങനെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതാണെങ്കിൽ ഐലൻഡുകൾ തീരണേ ഇല്ല കേട്ടോ. ദൂരം കണ്ടുന്നൊരു കയ്യും കണക്കില്ല. അതിന് ശേഷം ഇപ്പം നമ്മളെ 3 മണിക്കൂർ ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. കരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രൂയിസ്. ഗൈസ്, എല്ലാവർക്കും ക്രൂയിസ് ട്രിപ്പ് വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ ബൈ.